സാധാരണക്കാരായ നമ്മെ സംബന്ധിച്ച് ജപസാധനകളെക്കാളൊക്കെ എളുപ്പമായിട്ടുള്ളത് പാരായണം തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ദേവീ മഹാത്മ്യ പാരായണം കൊണ്ട് നേടാനാകാത്തതായി ഒന്നും തന്നെയില്ല എന്നാണ് പരമ്പരാഗതമായിട്ടുള്ള വിശ്വാസം. അപ്പോൾ ഈ മഹാത്മ്യ പാരായണം കൊണ്ട് നമ്മുടെ കാമനകൾ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ ഒക്കെ നിറവേറുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നമ്മുടെ സങ്കല്പങ്ങൾ ഉണ്ടാവാം അല്ലേ, ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുണ്ടാകാം. അപ്പം നമ്മൾ ഇതൊക്കെ പ്രാർത്ഥിക്കുന്ന അമ്മയുടെ അടുത്താണ്. ജഗദീശ്വരിയായിരിക്കുന്ന മഹാപരാശക്തിയായിരിക്കുന്ന അമ്മയുടെ അടുത്താണ് നമ്മൾ ഈ ആഗ്രഹങ്ങളൊക്കെ സമർപ്പിക്കുന്നത്. അപ്പോൾ ആചാര്യന്മാർ ഇതിനും പറഞ്ഞിട്ടുണ്ട്. ഒരു കുട്ടി ഇല്ലേ എന്തൊക്കെ പ്രാർത്ഥിക്കും, പക്ഷെ ആ കുട്ടിക്ക് വേണ്ടത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് മാത്രമേ അമ്മ കൊടുക്കുകയുള്ളൂ അല്ലേ. കുട്ടിക്ക് നന്മ വരുത്തുന്നത് മാത്രമേ അമ്മ ആ കുട്ടിക്ക് വേണ്ടി ചെയ്യുള്ളൂ. അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങൾ ധാരാളം ഉണ്ടാകാം, നമ്മുടെ പ്രാർത്ഥനകൾ ധാരാളം ഉണ്ടാകാം, നമ്മുടെ സങ്കല്പങ്ങൾ ധാരാളം ഉണ്ടാകാം. ആ സങ്കല്പങ്ങളൊക്കെ യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എങ്കിൽ ആ സങ്കല്പങ്ങളെ അമ്മ സോർട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. ഒരു കുട്ടിക്ക് വേണ്ടത് എന്താണോ സ്വന്തം അമ്മ കൊടുക്കുന്നത്, അതുപോലെ ജഗദീശ്വരിയായ ജഗന്മാതാവായിരിക്കുന്ന ചണ്ഡികാദേവി തൻ്റെ പ്രിയപുത്രനോ പുത്രിക്കോ ആവശ്യമുള്ളത് മാത്രമേ സങ്കല്പത്തിൽ വരൂ കുറച്ച് നാൾ കഴിയുമ്പോൾ. അപ്പം അതുകൊണ്ടും നമുക്കൊട്ടും വിഷമിക്കേണ്ട, നമുക്ക് എന്ത് വേണമെങ്കിലും അമ്മയുടെ അടുത്ത് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം ഈ ഭൗതിക ജീവിതത്തിൽ അതിൻ്റെ മന്ത്രഘടന തന്നെ അങ്ങനെയാണ് ദേവി മഹാത്മ്യത്തിലെന്നാണ് ആചാര്യന്മാർ പറഞ്ഞു വച്ചിരിക്കുന്നത്. ഈ ലൗകിക ജീവിതത്തിലുള്ള ആഗ്രഹപൂർത്തീകരണവും ഇഹലോകത്തിൽ പരലോകത്തിൽ മോക്ഷപ്രാപ്തിയും, അങ്ങനെ ഏതു തരത്തിലുള്ള എല്ലാവിധത്തിലുള്ള ആപത്തുകളിൽ നിന്ന് രക്ഷിക്കുകയും എല്ലാ ആഗ്രഹങ്ങളെ നിറവേറ്റിത്തരുകയും അതോടൊപ്പം തന്നെ അന്ത്യകാലത്തിൽ പരമമായ ലക്ഷ്യസ്ഥാനമായ മോക്ഷത്തിലേക്ക് ഉപാസകനെ നയിക്കുകയും ചെയ്യും. ഇനി ഈ ഗ്രന്ഥം പാരായണം ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതിൻ്റെ നിയമവിധികളൊക്കെ എങ്ങനെയാണ് എന്ന് ലഘുവായിട്ട് ഞാൻ പറയാം. നമ്മളത് ഇതിൻ്റെ ഒരു പാരായണത്തിൻ്റെ പഠനത്തിന് ശേഷമാണ് നമ്മൾ ആ ഘട്ടത്തിലേക്ക് കടക്കുകയുള്ളൂ. എന്നാലും സാമാന്യേന ഇതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാകണം എന്നുള്ളത് കൊണ്ട് നമ്മളതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോഴാണെങ്കിലും പഠിക്കുന്ന സമയത്താണെങ്കിലും നമ്മളത് അല്പം ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകുക. ഇതിൽ കാർത്യായനി തന്ത്രം, വാരാഹി തന്ത്രം, അതേപോലുള്ള തന്ത്രങ്ങൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് എങ്ങനെ പാരായണം ചെയ്യണമെന്നും ഇതിൻ്റെ ഉപാസന എങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് പറയുന്നത് പുസ്തകം ഒരു പീഠത്തിൽ വെച്ച് വേണം വായിക്കാനായിട്ട്. ഒരു പീഠം, ഇപ്പോൾ വ്യാസപീഠമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, ഭാഗവതമൊക്കെ വായിക്കുന്ന, രാമായണമൊക്കെ വായിക്കുന്ന വ്യാസപീഠമോ അതേപോലെയുള്ളൊരു പീഠത്തിൽ വെച്ചിട്ടാണ് പുസ്തകം പാരായണം ചെയ്യേണ്ടത്. പിന്നെ പുസ്തകം കയ്യിൽ വെച്ച് പാരായണം ചെയ്യാം, പക്ഷേ ഫലം പകുതി നഷ്ടപ്പെടുന്നതാണ് പറയുന്നത്. അപ്പോൾ പരമാവധി ഒരു പീഠത്തിൽ വെച്ച് വേണം പാരായണം ചെയ്യാൻ. പിന്നെ പാരായണം ചെയ്യുമ്പോൾ ഇടയ്ക്ക് വെച്ച് നിർത്തരുത് എന്നാണ്. ഇപ്പോൾ ഒരു അധ്യായം പൂർണ്ണമായിട്ട് പാരായണം ചെയ്യാൻ സാധിക്കണം. ഇടയ്ക്ക് വെച്ച് നിർത്തിയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആ വായിച്ചത് വിഫലമാകും. വീണ്ടും തുടക്കം തൊട്ട് അവസാനം വരെ ഒരു അധ്യായം പൂർണ്ണമായിട്ട് തന്നെ പാരായണം ചെയ്യണമെന്നാണ് ഇതിൻ്റെ ഒരു നിയമം പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ പലതും നമുക്കുള്ളൊരു ശീലങ്ങളാണ്. പാരായണം ചെയ്യുമ്പോൾ തല കുലുക്കുക, കൈകാലുകൾ ചലിപ്പിക്കുക,
മുമ്പോട്ടും പിന്നോട്ടും ഒന്ന് ചെരിയുക, ആയുക മുതലായത്. ഇതൊന്നും പാടില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. കാരണം ഇത് മന്ത്രമാണ്. നമ്മൾ രാമായണോ മഹാഭാരതമോ ഭാഗവതമോ വായിക്കുന്നത് പോലെ വായിക്കരുത്. അതുപോലെ തന്നെ നീട്ടിയോ കുറുക്കിയോ ഒന്നും വായിക്കരുത് എന്ന് പറയുന്നത്. ഗീതീ ശീഘ്രീ ശിരക്കമ്പി തഥാ ലിഖിത പാഠക അനർത്ഥജ്ഞോ അല്പകണ്ഠശ്ച ഷഠേതേ പാഠകാധമഃ. അങ്ങനെ ചെയ്യുന്നവർ അധമന്മാരാണെന്ന്, ഉത്തമമല്ല. എങ്ങനെ? ഗീതി, ഇപ്പോൾ രാമായണവും ഭാഗവതവും ഒക്കെ വായിക്കുന്ന പോലെ സംഗീതാത്മകമായി അല്ലെങ്കിൽ ഒരു താളത്തിലൊക്കെ രാഗവിസ്താരമായി അങ്ങനെയൊന്നും ദേവീമാഹാത്മ്യം പാരായണം ചെയ്യാൻ പാടില്ല എന്നാണ്. അങ്ങനെ നീട്ടിയും കുറുക്കിയും ഒക്കെ വായിക്കുമ്പോൾ ഇതിൻ്റെ മന്ത്രാക്ഷരങ്ങൾക്ക് വ്യത്യാസം വരുന്നു. അതുകൊണ്ട് അങ്ങനെ നീട്ടിയോ കുറുക്കിയോ താളാത്മകമായോ രാഗാത്മകമായോ സംഗീതാത്മകമായിട്ടൊന്നും പാരായണം ചെയ്യരുത് എന്നാണ്. അതുപോലെ തന്നെ അതിവേഗത്തിൽ വായിക്കാൻ പാടില്ല എന്നാണ്. എന്നാൽ അതങ്ങോട്ട് വായിച്ചങ്ങോട്ട് തീർത്ത് കളയാമെന്ന് വിചാരിച്ച് വേഗത്തിൽ വായിക്കാൻ ശ്രമിക്കരുതെന്നാണ്. ഈ മന്ത്രാക്ഷരങ്ങളുടെ സ്ഫുടമായ ഉച്ചാരണം, അതാണ് മന്ത്രോദ്ധാരം ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ വേഗത്തിൽ വായിച്ചു തീർക്കാൻ ശ്രമിക്കരുത്. പിന്നെ പറഞ്ഞത് കൃത്യമായിട്ട് ഇരുന്ന് നട്ടെല്ല് നിവർത്തി നമ്മൾക്ക് കേൾക്കാവുന്ന അത്ര ശബ്ദത്തിൽ എങ്കിലും പാരായണം ചെയ്യണമെന്നാണ് ഇതിൻ്റെ നിയമം. അത് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ പഠിക്കുന്ന സമയമാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് നമ്മൾക്ക് ഒഴിവ് കിട്ടുന്ന സമയത്ത്, ഇപ്പോൾ നമ്മൾ അടുക്കളയിൽ നിൽക്കുന്ന സമയമാവാം, ഇതിൽ ഓൾറെഡി മൊബൈലിലുണ്ടാകാം. അപ്പോൾ മൊബൈലിൽ കേട്ടുകൊണ്ട് നമ്മളത് പഠിക്കാം. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കസേരയിൽ ഇരുന്നു കൊണ്ട് നമ്മളത് വായിച്ച് ശീലിക്കാം. അല്ലെങ്കിൽ ഒഴിവ് സമയത്ത് നമ്മളത് നോക്കി അത് പഠിക്കാം. പരമാവധി നമ്മളിതിൽ 10 ശ്ലോകം വെച്ച് ഇടും. അങ്ങനെ അത് കേട്ടുകൊണ്ട് പുസ്തകത്തിൽ നോക്കി വായിക്കാൻ ശ്രമിച്ചാൽ കുറച്ച് എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും. ഇത് മറ്റ് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് ഇതിലെ ശ്ലോകങ്ങൾ. അതുകൊണ്ട് നമുക്ക് എളുപ്പം മനസ്സിലാകാൻ നമ്മൾ ഗ്രൂപ്പിൽ ഇടുന്ന ശ്ലോകങ്ങളെ കേട്ടുകൊണ്ട് ഒപ്പം പുസ്തകത്തിൽ നോക്കി ആ 10 പാരായണം ചെയ്യുക. 2 or 3 വട്ടം റിപ്പീറ്റ് ചെയ്ത് അത് കേട്ട് കഴിഞ്ഞാൽ ഒപ്പം വായിക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്താൽ നമുക്കത് എളുപ്പം പിടികിട്ടും. ഇനി ഒരു കാരണവശാലും ഇതിനു വേണ്ടി നമ്മൾ ബുദ്ധിമുട്ടണ്ട, നമുക്ക് തനിയെ മനസ്സിലായിക്കൊള്ളും. അത് ദിവസേന അത് പ്രാക്ടീസ് ചെയ്താൽ മതി, തനിയെ വന്നോളും. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഒരിക്കലും ഈ ഗ്രന്ഥം നമ്മൾ പകർത്തി എഴുതേണ്ട കാര്യമില്ല. നമ്മൾ തന്നെ പകർത്തി എഴുതിയത് വായിക്കാനും പാടില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പകർത്തി എഴുതുമ്പോൾ നമ്മൾ അലസമായിട്ട് നമ്മൾ അത് വായിച്ചു പോകും. അപ്പോൾ അതിലെ അക്ഷരങ്ങളോ അതൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെ വരും, തെറ്റ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അവരവർ പകർത്തിയത് വായിക്കരുത് എന്ന് പറയുന്നത്. പിന്നെ അർത്ഥമറിയാതെ പാരായണം ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ നോക്കണ്ട, നമ്മൾ പഠിക്കുന്ന ഘട്ടമാണ്. നമ്മൾ പാരായണം ചെയ്യുക, അർത്ഥബോധം തനിയെ ഉണ്ടായിക്കൊള്ളും. പിന്നെ തീരെ ചെറിയ ശബ്ദത്തിൽ വായിക്കരുത്, എന്നാൽ വലിയ ഉച്ചത്തിലും വായിക്കേണ്ട കാര്യമില്ല. നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ നമ്മൾ വായിക്കുമ്പോഴുള്ള ഗുണം എന്താ? നമ്മൾ വായിക്കുകയും ചെയ്യും, കേൾക്കുകയും ചെയ്യും. അപ്പോൾ 2 ഗുണമാണ്. ശ്രവിക്കുകയും ചെയ്യും, ഒപ്പം നമ്മൾ പാരായണം ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഇതിൻ്റെ പാരായണത്തിൻ്റെ ഒരു ക്രമം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അധികം ഉച്ചത്തിലല്ലാതെ നമുക്ക് കേൾക്കാവുന്നതിൽ വായിക്കണം. വേഗത കൂട്ടി വായിക്കരുത്. കൈകാലുകളോ തലയോ ഒന്നും ഇളക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം. കാലാട്ടുക, കൈകളെ കൊണ്ട് താളം പിടിക്കുക, തല കുലുക്കുക, ഇതൊന്നും പാടില്ല ഇത് വായിക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ ഒരു പീഠത്തിൽ വെച്ച് വായിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇതൊക്കെ നമ്മൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് ഇതൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാകണം. പരമാവധി അങ്ങനെ ചെയ്യുക. ഇനി ഇത് എങ്ങനെയൊക്കെയാണ്
ഇതിൻ്റെ പാരായണം എന്നുള്ളതാണ്. ഇത് ഒരു ദിവസം കൊണ്ട് ഈ 700 ശ്ലോകം വായിച്ചു തീർക്കുന്നതാണ് ഏറ്റവും ഉത്തമം. നമ്മളെ കൊണ്ടത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധിക്കുന്നതല്ല. അങ്ങനെയുള്ളവർക്ക് 3 ദിവസം കൊണ്ട് വായിച്ചു തീർക്കാൻ കഴിയും. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ഘടനയുണ്ട്. ഇത് 3 ചരിതങ്ങളായിട്ടാണ് ദേവി മാഹാത്മ്യത്തിനെ തിരിച്ചിരിക്കുന്നത്. ഒന്ന് ഉത്തമചരിതം, മധ്യമചരിതം, പ്രഥമചരിതം, മധ്യമചരിതം, ഉത്തമചരിതം. ഇങ്ങനെ 3 ചരിതങ്ങളായിട്ട് 3 ഭാഗങ്ങളായിട്ടാണുള്ളത്. 13 അധ്യായങ്ങളാണുള്ളത്. അപ്പോൾ ഒന്നാമത്തെ പ്രഥമചരിതം, അവിടെ ദേവത മഹാകാളിയാണ്. മധ്യമചരിതത്തിൽ മഹാലക്ഷ്മിയാണ്. ഉത്തമചരിതത്തിൽ സരസ്വതിയാണ്. അങ്ങനെ പ്രഥമചരിതത്തിൽ 1-ാമത്തെ അധ്യായം മാത്രമാണ് പ്രഥമചരിതത്തിലുള്ളത്. മധ്യമചരിതത്തിൽ 2, 3, 4 അധ്യായങ്ങൾ, ഇങ്ങനെ 3 അധ്യായം, 2 അധ്യായം, 3 അധ്യായം, 4 അധ്യായം. ഇവിടെ മഹാലക്ഷ്മിയുടെ ചരിതമാണ്, അല്ലെങ്കിൽ മഹാലക്ഷ്മിയുടെ അവതാരവും മഹിഷാസുരമർദ്ദനെ വധമൊക്കെയാണ് 2, 3, 4 അധ്യായങ്ങളായിട്ടുള്ളത്. അതിനുശേഷം 5 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളാണ് ഉത്തമചരിതം. അത് സരസ്വതിയാണ് അവിടുത്തെ ദേവത. സുംഭനിസുംഭന്മാർ, അതുപോലെ ധൂമ്രലോചനൻ, രക്തബീജൻ മുതലായ അസുരന്മാരെ വധിക്കുന്നതാണ് 13 വരെയുള്ള അധ്യായങ്ങൾ. പിന്നെ നമുക്കത് വഴിയെ കാണാം, അതുകൊണ്ടാണ് ഞാനതിനെക്കുറിച്ച് വിസ്തരിക്കാത്തത്. അങ്ങനെ ഈ 3 ദിവസങ്ങളിലായിട്ട് 3 ചരിതങ്ങൾ വായിക്കുക. പിന്നെ ഒരു പാരായണക്രമമുള്ളത് ഞായർ മുതൽ ശനി വരെ 7 ദിവസം കൊണ്ട് തീർക്കാവുന്ന തരത്തിൽ. അതിൽ ഞായറാഴ്ച തുടങ്ങി, ഞായറാഴ്ച 1-ാമത്തെ അധ്യായം വേണം. തിങ്കളാഴ്ച 2, 3 അധ്യായങ്ങൾ പാരായണം ചെയ്യണം. ചൊവ്വാഴ്ച 4-ാമത്തെ അധ്യായം പാരായണം ചെയ്യണം. ബുധനാഴ്ച 5, 6, 7, 8 ഈ 4 അധ്യായങ്ങൾ പാരായണം ചെയ്യണം. വ്യാഴാഴ്ച 9, 10 അധ്യായങ്ങൾ പാരായണം ചെയ്യണം. വെള്ളിയാഴ്ച 11-ാമത്തെ അധ്യായം പാരായണം ചെയ്യണം. ശനിയാഴ്ച 12, 13 അധ്യായങ്ങൾ പാരായണം ചെയ്യണം. ഇങ്ങനെയാണ് ഒരാഴ്ച കൊണ്ട് തീർക്കാവുന്ന പാരായണക്രമം. ഇനി ഇത് ദേവീമാഹാത്മ്യം പാരായണം ചെയ്യുന്നത് നവാംഗമായിട്ടും ചെയ്യും, ത്രയാംഗമായിട്ടും ചെയ്യും. ത്രയാംഗം എന്ന് പറയുന്നത് തുടക്കത്തിൽ കവചം, അർഗളം, കീലകം ഇത് ചൊല്ലും. അതിനുശേഷം ദേവീമാഹാത്മ്യം പാരായണം ചെയ്യും. അവസാനം രഹസ്യത്രയം, പ്രാധാനികം രഹസ്യം, വൈകൃതികം രഹസ്യം, മൂർത്തി രഹസ്യം ഇത് പാരായണം ചെയ്ത് ക്ഷമാപ്രാർത്ഥനയോടുകൂടി തീർക്കുന്നതാണ് ഒരു ക്രമം. ഇനി നവാംഗം അത് കുറച്ചും കൂടി വിസ്തരിച്ചുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ തുടക്കത്തിൽ ഉദ്ദേശിക്കുന്നത് ത്രയാംഗമായിട്ടാണ് ചെയ്യുക. ദുർഗാ സപ്തശ്ലോകി എന്നൊരു 7 ശ്ലോകങ്ങളുള്ള ദേവീമാഹാത്മ്യത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമുണ്ട്. അത് എല്ലാ ദിവസവും ചൊല്ലണം. കവചം, അർഗളം, കീലകം ഇത് ചൊല്ലിയതിന് ശേഷം അധ്യായങ്ങൾ പാരായണം ചെയ്ത് പ്രാധാനികം രഹസ്യം, വൈകൃതികം രഹസ്യം, മൂർത്തി രഹസ്യം ചൊല്ലി ക്ഷമാപ്രാർത്ഥനയോടുകൂടി സമാപിക്കുന്ന ഒരു ആദ്യഘട്ട പാരായണക്രമമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇതിൽ മുഴുവനാക്കുന്നവർക്ക് അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അങ്ങനെ 700 മന്ത്രങ്ങളാണ് ഇതിലെന്ന് പറഞ്ഞു. ഈ 700 മന്ത്രത്തിൽ ഈ മന്ത്രങ്ങളെ തന്നെ 5 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതൊന്ന് ശ്ലോകമന്ത്രം, പിന്നെ ത്രിധാമന്ത്രം, അർദ്ധമന്ത്രം, ഉവാചമന്ത്രം ഇങ്ങനെയാണ്. അതുപോലെ ഒരു പുനരുക്ത മന്ത്രം. ഈ ശ്ലോകമന്ത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ശ്ലോകം പൂർണ്ണമായിട്ട് മന്ത്രമായിട്ട് പറയുന്നതിനെയാണ് ശ്ലോകമന്ത്രം എന്ന് പറയുന്നത്. ഈ ശ്ലോകമന്ത്രങ്ങൾ 537 ശ്ലോകമന്ത്രം ഉണ്ട് എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്.
പിന്നെ ത്രിധാമന്ത്രങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു മന്ത്രമുണ്ട്. ഒരു മന്ത്രം തന്നെ 3 പ്രാവശ്യം വരും. അത് നമ്മൾ 5-ാമത്തെ അധ്യായത്തിൽ കാണാം. നമസ്തസ്യൈ 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 നമോ നമഃ എന്ന് പറയുന്ന കുറച്ച് മന്ത്രങ്ങളുണ്ട്. അങ്ങനെ 3 പ്രാവശ്യം ആവർത്തിക്കുന്ന മന്ത്രങ്ങളുണ്ട്. അതിന് ത്രിധാമന്ത്രങ്ങൾ എന്ന് പറയുന്നത്. അത് 66 മന്ത്രങ്ങളുണ്ട് ത്രിധാമന്ത്രങ്ങൾ. പിന്നെ ഈ പുനരുക്ത മന്ത്രം, ഏറ്റവും അവസാനത്തെ മന്ത്രം വീണ്ടും ആവർത്തിക്കും. സാവർണിർ ഭവിതാമനുഹു എന്ന് പറയുന്നൊരു മന്ത്രം 2 പ്രാവശ്യം ചൊല്ലും. അങ്ങനെ പുനരുക്ത മന്ത്രം 2 പിന്നെ ഉവാച മന്ത്രങ്ങൾ 57 ഉണ്ട്. ഉവാച, ബ്രഹ്മോവാച, ഋഷിരുവാച എന്നൊക്കെ പറയുന്ന മന്ത്രങ്ങളുണ്ട്. ആ മന്ത്രങ്ങൾ 57 ഉണ്ട്. പിന്നെ അർദ്ധമന്ത്രം എന്ന് പറയുന്നൊരു മന്ത്രമുണ്ട്. അർദ്ധമന്ത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ശ്ലോകത്തെ പകുതിയായിട്ട് മന്ത്രമായിട്ട് കണക്കാക്കും. പൂർണ്ണമായിട്ട് ഉള്ള ശ്ലോകമന്ത്രങ്ങൾ 537 എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഒരു ശ്ലോകം പൂർണ്ണമല്ലാതെ പകുതിയായിട്ടുള്ള മന്ത്രങ്ങളുണ്ട്. അങ്ങനെ വരുന്നത് 57 ഉണ്ട് അർദ്ധമന്ത്രങ്ങൾ. അപ്പോൾ ഇങ്ങനെ ശ്ലോകമന്ത്രം, അർദ്ധമന്ത്രം, പുനരുക്തമന്ത്രം, ത്രിധാമന്ത്രം, ഉവാചമന്ത്രം, എല്ലാ മന്ത്രങ്ങളും കൂടി 700 മന്ത്രങ്ങളാണ് ഉള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ഈ മന്ത്രങ്ങളൊക്കെ ഇത് തുടങ്ങുന്നത് തന്നെ സാവർണിർ ഭവിതാമനുഹു എന്ന് പറഞ്ഞിട്ടാണ് അവസാനിക്കുന്നത്. തുടങ്ങുന്നത് മർക്കണ്ഡേയ ഉവാച എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. മാർക്കണ്ഡേയൻ പറഞ്ഞു. അപ്പോൾ ഈ ദുർഗാസപ്തശതി ദേവീ മാഹാത്മ്യം 700 മന്ത്രങ്ങളോട് കൂടിയ ദേവീ മാഹാത്മ്യം നമ്മൾ നാളെ മുതൽ ആരംഭിക്കുകയാണ് അതിൻ്റെ പഠനം. അപ്പം ആദ്യം കവചം ഉണ്ടായിരിക്കും, അർഗളം ഉണ്ടായിരിക്കും, കീലകം ഉണ്ടായിരിക്കും. അതൊക്കെ എന്താണെന്ന് വിസ്തരിച്ച് നമുക്ക് നാളെ പറയാം. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് 10 ശ്ലോകം നമ്മൾ ഗ്രൂപ്പിലിടും. ആ 10 ശ്ലോകത്തെ നമ്മൾ കേൾക്കുക. അതിൻ്റെ അർത്ഥവും ഗ്രൂപ്പിലിടുന്നുണ്ടായിരിക്കും. സാമാന്യനുള്ള ഒരു ലഘു വിവരണമായിരിക്കും ഉണ്ടാകുക. അതും കേൾക്കുക. ശ്ലോകം കേൾക്കുന്നതോടൊപ്പം പുസ്തകത്തിൽ നമ്മളത് വായിക്കാനും ശ്രമിക്കുക.